ഇപ്പം റെഡിയാവും. കോഴി ഇറച്ചിയും ചേർത്ത് നമുക്ക് ഊണ് കഴിക്കേണ്ടേ. ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് ഇറച്ചി വയ്ക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ നമുക്കിപ്പം ചിക്കൻ കറി അടിപൊളിയായിട്ട് അങ്ങ് വയ്ക്കാം. നല്ലവണ്ണം വൃത്തിയാക്കണം. വൃത്തിയാക്കില്ലെങ്കിലേ ഇതിൽ ബ്ലഡുണ്ട്. ആ ബ്ലഡ് ഇതിൽ കോട്ട് ചെയ്ത് നിൽക്കും. ഇതായി കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി. ഇനി നമുക്ക് മസാലയൊക്കെ ഇടാനുള്ള സെറ്റപ്പിൽ വയ്ക്കാം. ചതച്ച് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചതച്ച് ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഈ 2 കഷ്ണം ഇഞ്ചി, ഇത് ഏകദേശം ഒരു 50 ഗ്രാം വരും. ഇഞ്ചി ചതച്ചു. ഓക്കെ. ഒരു വെളുത്തുള്ളി 50 ഗ്രാം വെളുത്തുള്ളി ചതച്ച് നമ്മൾ ഇറച്ചിയിൽ, ഈ കോഴി ഇറച്ചിയിൽ ചേർത്താലേ അതിൻ്റെ രീതി വരുള്ളൂ. പ്രത്യേകിച്ച് നാടൻ കോഴി ആയതുകൊണ്ട് ആ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇത്രയും ചതച്ചു. ഓക്കെ. ചുവന്നുള്ളിയുടെ നീര് ഈ കോഴി ഇറച്ചിക്ക് വളരെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഒത്തിരി ചതയേണ്ട, ചെറുതായിട്ട് ചതഞ്ഞ് ചേർത്താൽ മതി. ഓക്കെ. ഇനിയിപ്പോൾ ചതയ്ക്കാനായിട്ടൊന്നുമില്ല. 8 പച്ചമുളക് നമ്മളെടുത്തു. നമുക്ക് 2ആയിട്ട് കീറി നമുക്കിതിലിടാം. ഇത് മുഴുവനായിട്ട് കിടന്ന നാടൻ ചിക്കൻ കറിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴേ ഇത് ഇറച്ചിയോടെ നമ്മൾ വേവിച്ചെടുത്താൽ നമുക്ക് ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് നമുക്കിതിലൂടെ ചേർക്കാം. 1/2 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഈ തവി സ്പൂണാണ്, അതിനായിട്ടുള്ള 1/2 സ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണ് നമുക്ക് ഇടാം. കോഴി ഇറച്ചി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉപ്പ് എന്നിവ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ ഇത് വേവിക്കാൻ വയ്ക്കണം. ഈ ഇറച്ചി വെന്ത് വരണം. ഇപ്പം റെഡിയാവും. സമാനമായിട്ടിരിക്കും. അപ്പോൾ നല്ലവണ്ണം മിക്സായി. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇതിലൊഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കണം എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത്. ഇനി അടുപ്പിൽ വയ്ക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലാണ്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്ത് വരും. നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ഈ ചിക്കൻ കറി വേവ് എത്രയും പെട്ടെന്ന് വെന്ത് വരും. ഇപ്പം റെഡിയാവും. അതുവരേക്കും നിങ്ങൾ കാത്തിരിക്കും. ആഹാ, ഇതാ വെന്ത് കഴിഞ്ഞു ചിക്കൻ കറി. ഇനി ഇറക്കി ഇനി നമുക്ക് മസാല ഇടാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഓക്കെ. നമുക്ക് മസാല വറക്കുമ്പോൾ മസാല വൃത്തിയുടെ വാരിക്കാനാണ് ശകലം ഈ എണ്ണ നമ്മൾ ഒഴിക്കണം. കരിഞ്ഞു പോയിരിക്കും. ചെറുതായിട്ട് മല്ലിപ്പൊടി ഇടാം. ഏകദേശം 2, 3, 5 ഇതിൻ്റെ 5 സ്പൂൺ ഉണ്ടായിരുന്നു. ഇനി ഇതിൽ നമ്മൾ 3, 4 സ്പൂണ് മുളക് പൊടി ഇട്ടു. ഇത് വന്നിട്ട് മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം 1.5 സ്പൂൺ ഇട്ടു. ഓക്കെ. ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ ഇതുപോലുള്ള സാധനം ഇതെല്ലാം കൂടി ഇത് കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം. സാധാരണ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ പൊടിച്ചായിരിക്കും, നമ്മൾ അമ്മമാരൊക്കെ നമുക്ക് ഇതൊക്കെ വെച്ച് തരുമ്പോൾ ഇതും കൂടെ പൊടിച്ചായിരിക്കും ഇതിലേക്ക് ഇടുന്നത്. ഇത് ഇടിച്ച് വെച്ചപ്പോഴേ ഒരു പ്രത്യേക ഒരു മണമുണ്ട്. ആവശ്യത്തിന് മതി, ഒരുപാട് വേണ്ട. ഓക്കെ. ഓക്കെ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, മസാല കരിഞ്ഞു പോകും. ഓക്കെ. നമുക്ക് ഇപ്പോൾ ഏകദേശം ചുമന്നു വന്നു. ഈ മസാല ഞാനിപ്പോൾ ചെയ്തു വെച്ച ഈ മസാല ഞാൻ ഇതിലേക്ക് കോരിയിടുകയാണ്. ചിക്കനിലേക്ക് നമ്മൾ ഇത് ചൂടായിരിക്കുകയാണ്. തിളപ്പിച്ച് ഇത് നല്ലവണ്ണം വെന്ത് വേവിച്ച് ചൂടായി ഈ മസാല ഇതിലേക്ക് ഇടുകയാണ്. ഇത് ഞാൻ ഇറച്ചി ഈ കോഴി ഇറച്ചിയിൽ മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു വാസന വരുന്നുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല വാസനയായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ചൂടാക്കണം. കുറച്ച് കറിവേപ്പില കൂടെ. ഈ കറിവേപ്പില ഇടുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കേരളത്തിൽ പൊതുവേ നമ്മൾ ഏത് കറി വെച്ചാലും കറിവേപ്പില ഉപയോഗിക്കും. കറിവേപ്പില ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. വെള്ളം നല്ല ചൂടായി കഴിഞ്ഞു. നമ്മൾ ആവശ്യത്തിനുള്ള ഇതിൽ ചേർക്കുകയാണ്. നമ്മൾ കോഴി ഇറച്ചിഞ്ഞ് സ്റ്റൗവിൽ വയ്ക്കുകയാണ്.
ഇവിടെ ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. എന്ത് വരണതിനകത്ത് വെച്ചൊരു ഫാഷൻ ഫ്രൂട്ട് കഴിക്കട്ടെ, എങ്ങനെയൊക്കെ പറയാം. നല്ല ഫാഷൻ ഫ്രൂട്ട്. ഓക്കെ, നല്ല ടേസ്റ്റ്. ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ടിന് പുളിയുണ്ട്, കുറച്ച് മരത്തിന് വേറെ പുളിയാണ് കൂടുതൽ. ഇതിവിടെ ഇരിക്കട്ടെ, പിന്നെ കഴിക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ആഹാ, നല്ല വാസനയുണ്ട്. ഇത് ഓഫ് ചെയ്യാം, എന്നിട്ട് കുറച്ച് താളിക്കാം. കടു വറുക്കാം. നമ്മൾ കടു വറുക്കണം എന്ന് പറയും, താളിക്കണമെന്ന് പറയും. എന്തായാലും ഒന്ന് ചെയ്യാം. ഓക്കെ, കാറ്റായതുകൊണ്ട് ഇവിടെ ഇത് ഭയങ്കരമായിട്ട് കാറ്റ് ഇതിൽ വീശി ഗ്യാസിന് ചെറിയൊരു പ്രോബ്ലം. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഉപയോഗിക്കാം. മൂന്ന് വറ്റൽമുളക് നമ്മൾ കഴുകിയെടുക്കാം. ഓക്കെ, നല്ലവണ്ണം ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് കോരി ഒഴിക്കാം. എത്ര സമയമെടുത്തു? മാക്സിമം അരമണിക്കൂർ കൊണ്ട് അടിപൊളി രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറി നമ്മൾ വെച്ചു. അടിപൊളി ചിക്കൻ കറി ഞാൻ നിങ്ങൾക്കായി ഉണ്ടായിക്കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. ഓക്കെ.